പ്രളയഭയോധിജലേ ധൃതമാനസ വേദം വിഹിത വിചിത്ര ചരിത്രമ ഗീതം കേശവാദൃത മീനശരീര ജയ ജഗദീശ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്നത്തെ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ എങ്ങനെയാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും എന്നോടൊപ്പം വരിക കേട്ടോ. ആ പൊന്നുണ്ണിക്കണ്ണനെ ഇന്ന് ശ്രീലകത്ത് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന ഭാവത്തിൽ കാണാനായിട്ട്, ആ പൊന്നുണ്ണിയെ കാണാനായിട്ട് ആ ഗുരുഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണണ്ടേ എന്ന് നമുക്ക്. എങ്ങനെയാണെന്ന് പൊന്നുണ്ണി നിൽക്കുന്നത്? അതാ പൊന്നുണ്ണി അതാ മീനശരീരനായിട്ടാണ് നിൽക്കുന്നത്. അതായത് സശാൽ പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ, ആ ഭഗവാൻ മീനശരീരനായിട്ടാണ് അല്ലേ. പകുതി മനുഷ്യനെ ബ്രഹ്മമായിട്ടും പകുതി മത്സ്യമായിട്ടും അല്ലേ. ഭഗവാന്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള മത്സ്യാവതാര ഭാവത്തിലാണ് ഭഗവാൻ ഇന്ന് ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ആ പൊന്നുണ്ണി ഭഗവാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. അരയ്ക്ക് താഴെ മീന ശരീരനായിട്ടല്ലേ, മത്സ്യശരീരനായിട്ട്. അതായത് ഭഗവാന്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള മത്സ്യ അവതാരമായിട്ടാണെന്ന് പൊന്നുണ്ണിക്കണ്ണൻ എന്ന ശ്രീലകത്ത് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോവാണല്ലേ. എല്ലാവരും എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ ഭഗവാനെ കാണാനായിട്ട്. ഇന്ന് പൊന്നുണ്ണി എങ്ങനെയാണ് ഉച്ചപൂജ അലങ്കാരത്തിൽ ഉച്ചപൂജ നട അടച്ച് തുറന്നതിന് ശേഷം എങ്ങനെയാണ് പൊന്നുണ്ണി നിൽക്കുന്നത് എന്ന് കാണണ്ടേ. അതാ നമ്മളിങ്ങനെ പോവുകയാണ്. അങ്ങനെ കൊടിമരത്തിൻ്റെ കീഴേ കൂടെ നമ്മളിങ്ങനെ ആ പൊന്നുണ്ണിയെ കാണാനായിട്ട് നമ്മളിങ്ങനെ ശ്രീലകത്തെത്താണ്. അങ്ങനെ പൊന്നുണ്ണിയെ നമ്മളിങ്ങനെ കാണാണല്ലേ. ഉച്ചപൂജ അലങ്കാരത്തിൽ നട അടച്ച് തുറന്നതിന് ശേഷം പൊന്നുണ്ണി ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി അതിമനോഹരമായ ഭാവത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെല്ലാം നോക്കിക്കൊണ്ട് നമ്മളെല്ലാവരും സംരക്ഷിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അല്ലേ. നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ പൊന്നുണ്ണി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് സശാൽ ഭഗവാൻ ആ മത്സ്യ അവതാരത്തിൽ അതാ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നു. അതിമനോഹരമായ ഭാവമാണല്ലേ പൊന്നുണ്ണിക്ക് ഇന്നുള്ളത്. കയ്യിലൊക്കെ കണ്ടില്ലേ, ശംഖചക്രം ഗദാപത്മം എല്ലാം ഉണ്ട് കയ്യിൽ. അങ്ങനെ സശാൽ പരബ്രഹ്മ സ്വരൂപമായിട്ടുള്ള ആ സ്വരൂപമായിട്ടാണ് നമ്മളിന്ന് ഭഗവാനെ എന്ന ശ്രീലകത്ത് കാണുന്നത്. പൊന്നിൻ കിരീടമൊക്കെ ഉണ്ടല്ലേ, അരമണിക്ക് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. കൈവളകളും തോൾവളകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അരമണി കണ്ടില്ലേ, അരമണി നല്ല ഭംഗിയിൽ ഇങ്ങനെ വീതി കൂടിയിട്ടുള്ള അരമണി ഇട്ടിട്ടുണ്ട്. ഉണ്ടമാല വനമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ 2, 3, 4 മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഗോപീചന്ദനക്കുറിയൊക്കെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള ഗോപീചന്ദനക്കുറി നെറ്റിയിലും നെഞ്ഞത്തും 2, 4 കൈകളിലൊക്കെ ആയിട്ട് ഭഗവാന്റെ എല്ലാ ഭാഗത്തും അതാ ഗോപീചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. കൈകളിൽ ഉണ്ടവളയൊക്കെ ഉണ്ട് അല്ലേ. അതിമനോഹരമായിട്ട് ഇങ്ങനെ ഉണ്ടവളയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് സശാൽ ഭഗവാൻ അതാ നമ്മുടെ ഭഗവാന്റെ ആദ്യത്തെ അവതാരമായിട്ടുള്ള മത്സ്യാവതാര രൂപത്തിൽ ഇങ്ങനെ മത്സ്യരൂപേണ ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇങ്ങനെയുള്ള ഭഗവാന്റെ അതിമനോഹരമായ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തെ കാണാൻ സാധിച്ച നമുക്ക് ഓരോരുത്തർക്കും, ആ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും, അതുപോലെ തന്നെ എന്നോടൊപ്പം ഭഗവാനെ കാണാൻ ശ്രീലകത്ത് എത്തിയിട്ടുള്ള ആ കൊടിമരത്തിന്റെ കീഴേ കൂടെ ശ്രീലകത്ത് എത്തിയിട്ടുള്ള നമ്മൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ഈ വിശ്വരൂപം കാണാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചതിൽ ഭഗവാനോട് നന്ദി പറയാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കഥയൊക്കെ പലപ്പോഴായിട്ട് എപ്പോഴും മത്സ്യാവതാരം എപ്പോഴും വരുന്നല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉച്ചപൂജ അലങ്കാരത്തിൽ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ആയി പറയുന്ന മത്സ്യാവതാരത്തിൻ്റെ ആദ്യത്തെ അവതാരമാണ് നമ്മുടെ ഭഗവാൻ. ഇങ്ങനെ നിൽക്കുന്ന ഭാവമാണ്. കഥ പറയുമ്പോൾ ഇങ്ങനെയാണ്.
ഭഗവാന്റെ ആ മത്സ്യാവതാരം ഉണ്ടാവുന്നത് ആദ്യം തന്നെ നമുക്ക് ബ്രഹ്മാവിൽ നിന്ന് വേദങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണല്ലേ. അങ്ങനെ വേദങ്ങളൊക്കെ പെട്ടതിന് ശേഷം നമ്മുടെ പ്രപഞ്ചവും പ്രകൃതിയും എല്ലാം എന്താ ആകതകിടം പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനോട് ചെന്ന് പറയാണ്, എല്ലാവരും ദേവന്മാരെല്ലാവരും ചെന്ന് പറയാണ്, ഇങ്ങനെ അവിടെ വേദങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സശാൽ ഭഗവാനെ എന്താണ് അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി പറയുന്നു. അങ്ങനെ ഭഗവാൻ ആ ഒരു നിർദ്ദേശപ്രകാരം അങ്ങനെ ഭഗവാൻ ആദ്യമായിട്ട് മത്സ്യാവതാര രൂപത്തിൽ ഭഗവാൻ എങ്ങനെ അവതാരം എടുക്കാണ്. അവതാര ലക്ഷ്യം വേദങ്ങളൊക്കെ തിരിച്ചു പിടിക്കലാണ് അല്ലേ. വേദങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, നമ്മുടെ പ്രപഞ്ചത്തെ നിലനിർത്താൻ വേണ്ടി അങ്ങനെ സത്യവ്രതൻ എന്ന രാജാവിൻ്റെ കൈകളിലേക്ക് ഒരു കുഞ്ഞു മത്സ്യമായിട്ട് വെള്ളം കുടിക്കാനെത്തിയ കൈക്കുമ്പിളിൽ വന്ന് വീഴുന്ന ആ സ്വർണ്ണ മത്സ്യമാണ് നമ്മുടെ ആദ്യത്തെ ഭഗവാന്റെ അവതാരം. ആ കുഞ്ഞു മത്സ്യം, ആ സ്വർണ്ണ മീൻ ഇങ്ങനെ രാജാവിനോട് പറയാണ്, അങ്ങനെ ഉപേക്ഷിക്കരുത് എന്നെ. മറ്റു വലിയ മത്സ്യങ്ങൾ എന്നെ വിഴുങ്ങിക്കളയാതുകൊണ്ട് എന്നെ ഇവിടെ ഉപേക്ഷിക്കരുത്, എന്നെ അങ്ങ് രക്ഷിച്ചാലും എന്ന് പറയാണ്. അങ്ങനെയാണ് രാജാവ് മത്സ്യത്തെ കൊണ്ടുപോകുന്നതും വളർത്തുന്നതും. പെട്ടെന്ന് ദ്രുതഗതിയിൽ വളരുന്നു എന്നാ പറയുന്നത് അല്ലെ. അങ്ങനെ വളർന്നു വന്ന ആ മത്സ്യത്തെ, ആ അവതാരത്തെ രാജാവ് തന്നെ പുഴയിലേക്കും നദിയിലേക്കും അങ്ങനെ നേരെ കടലിലേക്ക് എത്തുന്നു. എന്താ കാര്യം? കടലിലെത്തിക്കഴിഞ്ഞാൽ ഹയഗ്രീവൻ എന്നൊരു അസുരനുണ്ട്. ആ അസുരനാണ് ഈ നമ്മുടെ വേദങ്ങളൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. വളരെ ഇങ്ങനെ ശബ്ദമായിട്ട് അങ്ങനെ കടലിനടിയിൽ ഇങ്ങനെ അവിടെ ഇതൊക്കെ വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അല്ലെ. ഹയഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്യണം. അങ്ങനെയാണ് ഭഗവാൻ ഹയഗ്രീവനെ കണ്ട എന്ത് പ്രയാസമുണ്ട് അല്ലേ. ഭഗവാൻ എന്താ, എല്ലാം പരബ്രഹ്മമായിട്ടുള്ള സശാൽ പൊന്നു നാരായണനായിട്ടുള്ള ഭഗവാനെ ഹയഗ്രീവനെ കണ്ടുപിടിക്കാനുണ്ടോ പ്രയാസം? അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് അങ്ങനെ അവിടെ യുദ്ധം നടക്കുന്നു. അതോടൊപ്പം രാജാവിനോട് പറയുന്നു, ഈ തോണിയിൽ ഈ വേദങ്ങളെല്ലാതും അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഈ പ്രളയത്തിൻ്റെ ആ സാധ്യതയിൽ അങ്ങനെ രക്ഷപ്പെടാനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അങ്ങനെ ആ തോണിയിൽ കയറിക്കൊണ്ട്, വഞ്ചിയിൽ കയറിക്കൊണ്ട് രക്ഷപ്പെടാനായിട്ട് ഭഗവാൻ പറയുന്നു. അങ്ങനെ ഭഗവാൻ ആ വേദങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെയാണ് മത്സ്യാവതാരം ഉണ്ടാവുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ മത്സ്യാവതാരമാണ് ഇന്ന് ആദ്യത്തെ അവതാരമായിട്ടുള്ള മത്സ്യാവതാരം നമുക്ക് കാണാൻ സാധിക്കുകയാണ് അല്ലേ. ഇന്ന് ശ്രീലകത്ത് എത്തിയിട്ട് നമ്മളിങ്ങനെ പൊന്നു ഗുരുവായൂരപ്പനെ, പൊന്നു ഭഗവാനെ ഇങ്ങനെ കാണാണ്. അങ്ങനെ കാണുമ്പോൾ ആ ഭഗവാന്റെ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനെ വിളങ്ങി പൊന്നിൻ കിരീടമൊക്കെ വെച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മളിങ്ങനെ സ്വർണ്ണ മത്സ്യമായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലേ. സ്വർണ്ണ മത്സ്യമായിട്ട് വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ മത്സ്യമായിട്ടുള്ള ഭാവത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിൽ കാണാൻ സാധിക്കുന്നു. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഭഗവാനെ ഈ ഒരു ഭാവത്തിൽ കാണാൻ സാധിക്കുന്നു. എല്ലാവരും കണ്ടു വണങ്ങുന്നു, ഭഗവാനെ തൊട്ട് നമസ്കരിക്കുന്ന ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേദനകളും വേവലാതികളും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഭഗവാന്റെ പൊന്ന് തൃപ്പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ അവിടെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഭഗവാനെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ തൊഴുത്തുകൊണ്ട് മനസ്സിലിങ്ങനെ ഭഗവാന്റെ ആ ദിവ്യരൂപം എല്ലാവരും കൊണ്ടുവരാം കേട്ടോ. ആ മത്സ്യ അവതാരത്തിലുള്ള പൊന്നു ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിലേക്ക് കൊണ്ടുവരാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം വന്ന എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ ഈ നിത്യമായ ഭാവം മത്സ്യാവതാര രൂപത്തിലുള്ള ഭഗവാനെ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലോകത്തെമ്പാടും സുഖമില്ലാതെ വയ്യാതെ കിടപ്പിലായിട്ട് കിടക്കുന്ന വയ്യാത്ത എല്ലാവർക്കും ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം, എൻ്റെ ശബ്ദം അവരുടെ ചെവിയിലൊക്കെ എത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ കാണാനായിട്ട് അവർക്കും മനസ്സിൽ സാധിക്കട്ടെ. എൻ്റെ ശബ്ദത്തോടൊപ്പം എല്ലാവരും എത്താട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, നാരായണ നാരായണ.
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ രാധേശ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.